ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. NCC വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ആം ആദ്മി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കി. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. മേഖലയിൽ കർഫ്യൂ പിൻവലിച്ചു. മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള മൌനി അമാവാസിക്കൊരുങ്ങി പ്രയാഗ്രാജ്. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന NCC വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം അഭിസംബോധന ചെയ്യും. ഒരു മാസം ദൈർഘ്യമുള്ള NCC റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് സമാപനം കുറിച്ചുകൊണ്ടാണ് യുവശക്തി വികസിത ഭാരതം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി റാലി സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തോടുള്ള NCCയുടെ പ്രതിബദ്ധത പ്രകടമാക്കി 800-ലധികം കേഡറ്റുകൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടിയും ഇതോടനുബന്ധിച്ച് അരങ്ങേറും. 18 രാജ്യങ്ങളിൽ നിന്നുള്ള കേഡറ്റുകൾ പരിപാടിയുടെ ഭാഗമാകും. 917 വനിതാ കേഡറ്റുകൾ ഉൾപ്പെടെ 2361 NCC കേഡറ്റുകളാണ് ഇക്കുറി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക ആം ആദ്മി പാർട്ടി പുറത്തിറക്കി. പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളാണ് പത്രിക പ്രകാശനം ചെയ്തത്. യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, സ്ത്രീകൾക്ക് 2100 രൂപ പ്രതിമാസ ധനസഹായം, മുതിർന്ന പൌരന്മാർക്ക് സൌജന്യ ആരോഗ്യ സേവനം, പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. डॉक्टर अंबेडकर स्कॉलरशिप योजना, हम नहीं चाहते कि कोई भी दलित बच्चे का सपना पैसे की कमी के कारण पूरा ना हो, तो ये हम ऐलान कर रहे हैं कि डॉक्टर अंबेडकर स्कॉलरशिप योजना लागू की जाएगी. दलित समाज का कोई भी बच्चा फॉरेन की किसी यूनिवर्सिटी में एडमिशन ले ले, उसका सारा पढ़ाई का, आने का, जाने का, रहने का, खाने का, पीने का खर्चा दिल्ली सरकार देगी. ഡൽഹി മുഖ്യമന്ത്രി അതിഷി, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം BJPയും ശക്തമായി തുടരുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. അടുത്ത മാസം 5-നാണ് 70-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് ഫലം 8-ന് പ്രഖ്യാപിക്കും. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം തുടങ്ങിയവയിൽ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമായ വ്യക്തിഗത സിവിൽ നിയമമാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. വിവാഹം, ലിവ് ഇൻ ബന്ധങ്ങൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം അവസാനിപ്പിക്കുകയാണ് UCCയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പട്ടികവർഗ വിഭാഗത്തെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി, കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇരു രാജ്യങ്ങളുടെയും സൌഹൃദത്തെ ഊട്ടിയുറപ്പിച്ചതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാരീസിൽ നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാകുമെന്ന പ്രതീക്ഷയും ശ്രീ മോദി പങ്കുവച്ചു. ഐറിഷ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി, ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള ഐക്യം വരും കാലങ്ങളിൽ ശക്തിപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസവും പങ്കുവച്ചു. വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ നരഭോജി കടുവയെ ഇന്ന് പുലർച്ചെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് മേഖലയിൽ കർഫ്യൂ പിൻവലിച്ചു. എന്നാൽ കടുവയുടെ സാന്നിധ്യം സംശയിച്ച മറ്റിടങ്ങളിൽ അന്വേഷണം തുടരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാവിലെ 6 മണിയോടെ പിലാക്കാവ് വനമേഖലയിലാണ് നരഭോജിയായ കടുവയുടെ ജഡം കണ്ടത്. ആറാട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ പോയ സംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാവിലെ തിരച്ചിൽ ആരംഭിച്ചത്. ഇതിനിടയിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. 2 കടുവകൾ തമ്മിലുള്ള സംഘർഷത്തിലാണ് കടുവ ചത്തതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കടുവയുടെ മുറിപ്പാടുകൾ പഴക്കമുള്ളതാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂവെന്ന് സീനിയർ വെറ്ററിനറി സർജൻ അരുൺ സക്രിയ പറഞ്ഞു. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി
കടുവയുടെ ജഡം കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചാരക്കൊല്ലിയിൽ അവലോകന യോഗവും ചേരും. പ്രദേശത്ത് പ്രഖ്യാപിച്ച കർഫ്യൂവും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വേതന പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. എന്നാൽ 200-ലധികം റേഷൻ കടകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി മന്ത്രി GR അനിൽ ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ഓൺലൈനായും റേഷൻ വ്യാപാരികൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള മൌനി അമാവാസ്യയ്ക്കൊരുങ്ങി പ്രയാഗ്രാജ്. ലക്ഷക്കണക്കിന് ആളുകൾ ചടങ്ങിനായി മറ്റന്നാൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പ്രയാഗ്രാജിലെത്തും. ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന പുണ്യസ്നാനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സനാതന സംസ്കാരത്തിന്റെ സവിശേഷമായ അടയാളപ്പെടുത്തലാണ് കുംഭമേളയെന്നും മൈത്രിയുടെ സന്ദേശമാണ് ഈ മഹാതീർത്ഥാടന സംഗമം പകരുന്നതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന്റെ 3 ദിവസത്തെ UAE സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UAE ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകൾ കൂടിക്കാഴ്ചയുടെ ഭാഗമായി നടക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിന് സന്ദർശനം അവസരമൊരുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്നലെ ബെയ്ജിംഗിൽ എത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിദേശകാര്യ സെക്രട്ടറി തല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ISROയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി M. മോഹൻ ഇന്ന് ചുമതലയേറ്റു. ഡോക്ടർ V. നാരായണൻ ISRO ചെയർമാനായി നിയമിതനായ ഒഴിവിലാണ് നിയമനം. ആലപ്പുഴ മുല്ലക്കൽ സ്വദേശിയായ അദ്ദേഹം 2024 ജൂലൈ 1 മുതൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രോജക്ട്സ് വിഭാഗം ഡയറക്ടറാണ്. 1ാം ചന്ദ്രയാൻ ദൌത്യത്തിലെ മൂൺ ഇംപാക്ട് പ്രോബിന്റെ സിസ്റ്റം ലീഡറായിരുന്നു M. മോഹൻ. സർക്കാർ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് 10 കോടിയിലധികം രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ 6-അംഗ സംഘം ഝാർഖണ്ഡിൽ പോലീസ് പിടിയിൽ. ജംതാര ജില്ലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. തട്ടിപ്പിന് ഉപയോഗിച്ച ഉപകരണങ്ങളും സംഘത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FC മറുപടിയില്ലാത്ത 3 ഗോളിന് മുഹമ്മദൻ SCയെ പരാജയപ്പെടുത്തി. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള പ്രീമിയർ ലീഗ് മത്സരം ഇന്ന് ആരംഭിക്കും. മഞ്ചേരിയിൽ വൈകുന്നേരം 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള FCയെ നേരിടും. ഹോക്കി ഇന്ത്യ ലീഗ് പുരുഷ വിഭാഗത്തിൽ ഇന്ന് ബംഗാൾ ടൈഗേഴ്സ് ഡൽഹി പൈപ്പേഴ്സിനെ നേരിടും. ഒഡീഷയിലെ റൂർക്കലയിൽ വൈകുന്നേരം 6 മണിക്കാണ് മത്സരം. രാത്രി 8:15 നടക്കുന്ന 2ാം മത്സരത്തിൽ കലിംഗ ലാൻഡേഴ്സ് സൂർമ ഹോക്കി ക്ലബ്ബുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന വനിതാ ലീഗ് ഫൈനലിൽ സൂർമ ഹോക്കി ക്ലബ്ബിനെതിരെ 2-1 വിജയിച്ച് ഒഡീഷ വാരിയേഴ്സ് ടൂർണമെന്റിലെ കന്നി കിരീടം ഉയർത്തി. ഖേലോ ഇന്ത്യ ശീതകാല ഗെയിംസ് 2025ന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. ലഡാക്കിലെ ലേയിൽ ഈ മാസം 23-നാണ് ആദ്യഘട്ട ഗെയിംസിന് തുടക്കമായത്. മെഡൽ പട്ടികയിൽ മഹാരാഷ്ട്ര 1ാം സ്ഥാനത്തും ലഡാക്ക് 2ാം സ്ഥാനത്തുമാണ്. 2ാം ഘട്ടം ജമ്മുകാശ്മീരിൽ ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 718 പോയിന്റ് താഴ്ന്ന് 75,472-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 243 പോയിന്റ് കുറഞ്ഞ് 22,848-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 7,540 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 60,320 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. NCC വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ആം ആദ്മി പാർട്ടി ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ നരഭോജി കടുവയെ ശത്തനിലയിൽ കണ്ടെത്തി. മേഖലയിൽ കർഫ്യൂ പിൻവലിച്ചു. മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള മൌനി അമാവാസ്യയ്ക്കൊരുങ്ങി പ്രയാഗ്രാജ്. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.